Hello guys, this is Krishna Priya and you're watching Priya Talents. അപ്പം എന്നെ കാണാൻ ഒരു ആഫ്രിക്കക്കാരനൊക്കെ പോലില്ലേ, അന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പം വേറെ ഒന്നുമല്ല, ഒരു കേളിങ് ഹെയർ സ്റ്റൈലായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ പാർഷ്യലായിട്ട് നമ്മുടെ മുടി എടുത്തിട്ട് നമ്മൾ പിന്നിയിട്ടിട്ട് നമ്മുടെ ബുഷം കൊണ്ട് ടൈ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം നമ്മൾ വേറെ വലിയ വകച്ചിലുമായിട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല കേട്ടോ. നമ്മൾ എങ്ങനെ കാശ് ലാഭിച്ച് കേൾ ചെയ്യാമെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാൻ ഇതിനു മുന്നേ ഒരു വട്ടം കുഞ്ഞിലെ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്തോ LKGയിലും അത്ര കുഞ്ഞായിരുന്നപ്പം ചെയ്തിട്ടുണ്ട്. അപ്പം മുടി കുറവല്ലേ, നമുക്ക് ഒട്ടുമില്ലായിരുന്നു എനിക്ക് മുടി. അപ്പം പിന്നെ ഉള്ള മുടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ മുടിയൊക്കെ ഭയങ്കര എന്താ പറയുക സ്മൂത്തായിട്ടൊക്കെ ഇരിക്കും, ഡ്രൈ ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടല്ലോ കാണാൻ എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ ഷാമ്പു തേക്കുന്നത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഇന്ന ഷാമ്പു എന്ന് ഒരു ഷാമ്പു തേക്കാറില്ല. നമ്മൾ ആകെ തേക്കാറുള്ള ഷാമ്പു നമ്മുടെ ക്ലിനിക് പ്ലസിൻ്റെ 1 രൂപയുടെ ഷാമ്പു ഇല്ലേ, അതാണ് നമ്മൾ തേക്കാറുള്ളത്. വേറെ നമ്മൾ പൈസ കൂടിയ ഷാമ്പു ഒന്നും തേക്കാറില്ല. പക്ഷേ എനിക്ക് ഇത്തവണ ഷാമ്പു വെച്ച് ഭയങ്കരമായിട്ട് എനിക്ക് ഉള്ള പോലെ തോന്നി കേട്ടോ. മുടിക്ക് ഭയങ്കരമായിട്ട് തോന്നി. നല്ല എനിക്ക് തോന്നുന്നു മാത്രമല്ല, അത്യാവശ്യം ഉണ്ട് താനുമായിരുന്നു. ഇത് ഈ വീഡിയോ എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ, ഒന്നാമത് നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങളെ ഒന്ന് കാണിക്കാനായിരുന്നു കേട്ടോ. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട്. അപ്പം 1-2 ദിവസത്തേന് കേളായിട്ട് വേണ്ടവർ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ കേളാക്കി തന്നെ പോയിട്ടേ കാര്യമുള്ളൂ. ഇതുപോലെ ചെയ്തിട്ട് ഒരു കാര്യമില്ല, അതെനിക്ക് മനസ്സിലായി. ഇത് 2-3 മണിക്കൂറേ ഇരിക്കത്തുള്ളൂ. അത് മാത്രമല്ല, ഈ നല്ല ഒരു 2-3 മണിക്കൂറാണെങ്കിൽ നല്ല രസമാട്ടോ അത് കാണാൻ. എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, താഴത്തേക്ക് നമ്മൾ പിന്നിയിട്ടില്ല അങ്ങനെ നല്ലപോലെ. അപ്പോൾ നമ്മളിപ്പം ഇട്ട വരെ നല്ല രസമായിരുന്നു. താഴെ ആയപ്പം നമ്മൾ വളഞ്ഞ് ഭയങ്കരമായിട്ട് വലിയ കേളായിപ്പോയി. സാരമില്ല, നല്ല രസമുണ്ടായിരുന്നു എന്നാലും കാണാൻ. എനിക്കിപ്പം ഈ എടുത്തതൊക്കെ നല്ല രസമായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഗൈസ്, ഇത് ചെയ്താലൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര ചെടയായിരിക്കും. നിങ്ങളുടെ നാട്ടിൽ ചെടേനെ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ല ചെടയായിരുന്നു, ഭയങ്കര ഉടക്കുമൊക്കെ കാര്യങ്ങളായിരുന്നു. നമ്മളതെല്ലാം മാറ്റി ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കേട്ടോ. കുറേയൊക്കെ നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൈയൊക്കെ കുറേയൊക്കെ കുടുങ്ങിപ്പോയി മുടിയെല്ലാം. സാരമില്ല, പോട്ടെ, നമ്മൾ ആഗ്രഹിച്ച് ചെയ്തല്ലേ, അതുകൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ചു. നമ്മളാണെങ്കിൽ ഞാൻ ആഗ്രഹിച്ച് ചെയ്തുകൊണ്ട് ഫസ്റ്റത്തെ ആ ഫ്രണ്ടിലത്തെ 2 പിന്നിൽ ഭയങ്കര കുഞ്ഞിതായിട്ടും നല്ല സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ വന്നായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആഗ്രഹിച്ച് ചെയ്യുന്ന കാര്യമില്ലേ, അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ദേഷ്യം വന്നു, എപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഉറങ്ങാൻ, ഇത് കഴിഞ്ഞിട്ട് കെട്ടി വെച്ചിട്ട് വേണം ഉറങ്ങാൻ, എപ്പോൾ കഴിയുമെന്ന് ആലോചിച്ച് നമ്മൾ അങ്ങനെയായിരുന്നു പിന്നിയത്. അതുകൊണ്ട് വലിയ ഭംഗി പിന്നീട് അങ്ങ് വന്നില്ല. ഫസ്റ്റുള്ള ആ ഒരു ഭംഗിയെ കൊള്ളായിരുന്നു. സാരമില്ല, പോട്ടെ, ഇതൊക്കെ നമ്മൾ വിടുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മുടി സ്ട്രെയിറ്റ് ആട്ടോ. നമ്മളീ കൊടുക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മളിത് കഴിഞ്ഞിട്ടൊരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ. സാരമില്ല, അതും പോട്ടെ, നമ്മൾ ഇത് ഇങ്ങനെ വരുമെന്ന് ആലോചിച്ച് നിന്നല്ലല്ലോ. അപ്പം ഇത് എന്തായാലും മസ്റ്റ് ട്രൈ ട്രൈ ചെയ്യണം എന്തായാലും. പക്ഷെ ട്രൈ ചെയ്യുമ്പം 1-2 ദിവസത്തേന് നിൽക്കുമെന്ന് വിചാരിച്ചോ, ഇല്ലെങ്കിൽ 5-6 മണിക്കൂറത്തേന് നിൽക്കുമെന്ന് ആലോചിച്ചോ ഒരിക്കലും ചെയ്യരുത്, നമ്മൾ ചമ്മിപ്പോവും. എനിക്ക് പറ്റിയ ചമ്മലാണ്. സാരമില്ല, ഞാൻ നല്ല അഭിമാനത്തോടെ തന്നെ ഞാൻ പറയുന്നു, ഇത് നല്ലപോലെ ചമ്മിപ്പോയ കാര്യമാണ് എനിക്ക്. സാരമില്ല, ഇതൊക്കെ നമ്മൾക്ക് വിടുവാണ്. അപ്പോൾ എനിക്ക് ഇവിടം വരെ നല്ല രസത്തിൽ ഇഷ്ടപ്പെട്ടു. എനിക്കിത് ചേരുന്നുണ്ടായിട്ട് എനിക്ക് തോന്നി. അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പം നമ്മളാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഡൗട്ട് അടിക്കുന്നുണ്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ സ്റ്റഡി ടേബിളിൽ നിന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വേറെ സ്ഥലമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഈ പിന്നുന്ന ടൈം ഒന്നും നിങ്ങളെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സാരമില്ല, നമ്മൾ അങ്ങനെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാൽ നമുക്ക് ടൈം കിട്ടിയില്ല. നമ്മൾ ഉറക്കത്തിലായിരുന്നു. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളല്ലേ, നമുക്ക് എന്താഗ്രഹമുണ്ടെങ്കിൽ അപ്പം നമ്മൾ ചെയ്യണമെന്നല്ലേ. ഇപ്പം നമ്മുടെ ആഗ്രഹം ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് നമ്മളൊരു കാര്യം നമുക്ക് ഇത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്ന് നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ എഫോർട്ട് ഇടണമെന്നേ ഉള്ളൂ. നല്ല എഫോർട്ട് ഇട്ട് ചെയ്താണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം
ഇത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കേളായിട്ടുള്ള മുടിയിൽ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരിക്കുമെന്നൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് നമുക്കത് പറ്റിയില്ല. അതിന് പകരം ഞാൻ ലാസ്റ്റ് ആകുമ്പോൾ ഫോട്ടോ ഇടുന്നുണ്ട് കേട്ടോ. അത് കണ്ടാൽ മതി. നമ്മൾ നല്ല രസത്തിൽ നമ്മൾ മുടിയൊക്കെ നമ്മൾ സൈഡിൽ നിന്ന് കുറച്ച് മുടിയെടുത്ത് നമ്മൾ ബാക്കിലേക്ക് അത് ടൈ ചെയ്തിട്ട് നമ്മുടെ മുടിയൊക്കെ ചെരിച്ച് വെച്ചിട്ടുള്ള ഫോട്ടോസാണ്. എനിക്ക് അത്യാവശ്യം നല്ലപോലെ ഈ വീഡിയോനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഫോട്ടോയാണ്, ഈ മുടീനേക്കാൾ ഇഷ്ടപ്പെട്ട ആ ഫോട്ടോയാണ്. കാരണം എന്താ വെച്ചാൽ അത്ര രസമായിരുന്നു. അപ്പോൾ നമ്മൾ 2-3 ദിവസത്തേക്കുള്ള ഷോ ആയി, പട്ടി ഷോ ആയെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. ബട്ട് നമുക്ക് 2-3 മണിക്കൂറത്തേനുള്ള ഷോ ആയതേ ഉള്ളൂ കേട്ടോ. സാരമില്ല, വിഷമമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാട്ടോ ഫൈനൽ ലുക്ക്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, ബൈ.